ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു 10 ചോദ്യങ്ങളുമായിട്ടാണ്. മോക്ക് ടെസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരുവിധം കവർ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10ൽ 10ഉം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ വാങ്ങാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിർബന്ധമായിട്ടും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2 തവണ വഹിച്ച ഏക വ്യക്തി ആര്? ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2 തവണ വഹിച്ച ഏക വ്യക്തി ആര്? കരിയമുണ്ട, CS അദ്വാൾ, M തമ്പിദുരൈ, PM സയ്യിദ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഉത്തരം കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, രാജഗോപാലാചാരി. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഇപ്രകാരമാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മൂന്നാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? തീവ്രവാദികളും മിതവാദികളും, അതിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം. മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചില്ല. ബാലഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ കിട്ടും. അടുത്ത ചോദ്യം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാര്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് കേളപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. യെസ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? APJ അബ്ദുൽ കലാം, DS കോത്താരി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. എളുപ്പമാണ്, ഒന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ഏതു ജില്ലയിലാണ്? ഈ ജില്ലക്കാർക്ക് ഉറപ്പായിട്ടും കിട്ടും അല്ലേ? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം. ഏത് ജില്ലയിലാണ് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം. എട്ടാമത്തെ ചോദ്യം. ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്ക്, ഹൈക്കോടതിക്ക്, എല്ലാ കോടതികൾക്കും? A and B നോക്കണം. ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് അറിയുന്ന ചോദ്യമായിരിക്കും, പക്ഷെ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ചോദ്യമാണ്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയം അല്ലാത്തതേത്? അല്ലാത്തതാ ചോദിച്ചേ. ഗാന്ധിയൻ ആശയം അല്ലാത്തത്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, വനം വന്യജീവികളുടെ സംരക്ഷണം. നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ ആശയം അല്ലാത്തത്. അടുത്ത ചോദ്യം. അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവിക്കാനായി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവിക്കാനായി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? പ്രൊഹിബിഷൻ, സെഷ്യൂററി, ഹെബിയസ് കോർപ്പസ്, മാൻഡമസ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. യെസ്. അടുത്ത നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. അതിൽ ഓരോ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിച്ച് നോക്കാം.
ഒന്നാമത്തെ ചോദ്യം, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2 തവണ വഹിച്ച ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം തമ്പിദുരൈയാണ്. എം തമ്പിദുരൈ. ശരിയാണെങ്കിൽ ഒന്ന് ഉത്തരം കമൻറ്റ് ചെയ്യണേ. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെ ഏതിൽ വരും? ഇവരൊക്കെ മിതവാദി നേതാക്കളാണ്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവരൊക്കെ എന്താ തീവ്രവാദികളാണ്. ഇവിടെ മിതവാദി നേതാക്കൾ എന്ന് പറഞ്ഞെങ്കിലും നേതാക്കളിൽ ഉൾപ്പെടാത്തതാ ചോദിച്ചത്. അപ്പോൾ ഉത്തരം എന്താണ്? ബാലഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ഏത് ജില്ലയിലാണ് എന്ന് പറഞ്ഞേ? കോട്ടയം ജില്ലയിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അടുത്തത്, ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്, ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഉത്തരം എല്ലാ കോടതികൾക്കും എന്നായിരിക്കുമോ? അല്ല. എയും ഉണ്ട്, ബിയും ഉണ്ട്. ഇവിടെ നോക്കിയേ, ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ A and B എന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. അല്ലാതെ ഒരിക്കലും എയും ബിയും ആണല്ലോ. അപ്പോൾ എല്ലാ കോടതികൾക്കും എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റും. എല്ലാ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ക്കോടതികളുണ്ട്, അതിൽ വരില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഹൈക്കോടതിക്കുമുണ്ട്, സുപ്രീം കോടതിക്കുമുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ ആശയമല്ലാത്തത്? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ ഗാന്ധിയൻ ആശയമാണ്. ഓക്കെ. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ഗാന്ധിയൻ ആശയമാണ്. ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ഗാന്ധിയൻ ആശയമാണ്. വന്യജീവികളുടെ സംരക്ഷണം ഇത് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിയോ? അവസാനത്തെ ചോദ്യം, അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവിക്കാനായി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടാണ്. ഹേബിയസ് കോർപ്പസ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ 10ൽ 10 കിട്ടിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏതാണ് നിങ്ങളുടെ തെറ്റിയെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് എന്തായാലും നിങ്ങൾ വായിക്കണം. വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഭാഗം ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇതുപോലെ വരുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മുടെ പരീക്ഷയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ എന്നുണ്ടോ? അല്ല, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റിയത് ഏതാണ് എന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചൊരു 4 പോയിന്റ് എക്സ്ട്രാ നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്തിട്ടൊന്ന് എന്ത് ചെയ്യേണ്ടതാണ്, ഇതിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. നിങ്ങളത് ചെയ്യാനുള്ളൊരു എഫേർട്ട് കൊടുക്കുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുന്നു, വായിക്കുന്നു, അത് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ രജിസ്റ്റർ ആകുന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി.